ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ഡിവൈൻ കോഴ്സ് അവതരിപ്പിക്കുന്ന തന്ത്രിനാഥം എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് ബഹുമാന്യരായ ഞങ്ങളുടെ പ്രേക്ഷകരെ കർത്തൃനാമത്തിൽ സുസ്വാഗതം ചെയ്യുന്നു. ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് ഹൃദയത്തിൽ ഉണ്ടായ ഒരു ആത്മീയ ചിന്തയാണ് തന്ത്രിനാഥം എന്ന ശുശ്രൂഷയ്ക്ക് മുഖാന്തരമായി തീർന്നത്. നാം എല്ലാവരും അറിയുന്നത് പോലെ ഈ ലോക്ക്ഡൌൺ കാലയളവിൽ നാം എല്ലാവരും വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. ഈ ശുശ്രൂഷയുടെ പ്രഥമ എപ്പിസോഡ് കർത്താവിൽ ആശ്രയിച്ച് അവിടുത്തെ മഹത്വത്തിനായി നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയിലൂടെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഉന്നതമായ ദൈവിക സാന്നിധ്യത്തിലേക്ക് നയിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഗാന ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. വിണ്ണിൽ നിന്ന് മണ്ണിൽ അവതരിച്ചവനാണ് ക്രിസ്തു. മണ്ണിന്റെ മക്കളെ സ്നേഹിച്ചവൻ, അവരുടെ ഇടയിൽ കൃപയും സത്യവും നിറഞ്ഞവനായി പാർത്തു എന്ന് തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മാനവരാശി കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മഹത്തായ അത്ഭുതം, ഈശ്വരൻ മനുഷ്യനോളം ചെറുതായി. തന്റെ ജനനം, ജീവിതം, മരണം താഴ്ചയുടെ പര്യായമാണ്. പുതിയ നിയമ ഗ്രന്ഥത്തിലെ പ്രഥമ ചോദ്യം, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? പിറവിയിൽ തന്നെ കിരീടമില്ലാത്ത രാജാവായി വന്നവൻ യേശുദേവൻ. അനവധി നിരവധി ഗതകാല ചക്രവർത്തിമാർ, സാമ്രാട്ടുക്കൾ, രാജാക്കന്മാർ, നേതാക്കന്മാർ ലോകം കണ്ടിട്ടുണ്ട്. എന്നാൽ വിശ്വം കണ്ട ഏറ്റവും വലിയ മഹാൻ, അനശ്വരനായ ദൈവത്തിന്റെ പുത്രൻ, മാനവരക്ഷകനായ ക്രിസ്തുദേവൻ, അവൻ രാജാതി രാജാവാണ്, രാജാക്കന്മാരുടെ രാജാവാണ്. പ്രിയരെ, നാം ഗാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നാം കേൾക്കാൻ പോകുന്ന ആദ്യത്തെ ഗാനം ശ്രീ യേശുവേ രാജാതി രാജനി തുടങ്ങുന്ന അനുഗ്രഹീതമായ ക്രൈസ്തവ ഗാനം. സഹോദരൻ സജീവൻ ഏലപ്പാറ നമുക്കായി ആ ഗാനം ആലപിക്കുന്നു. അത് ശ്രവിച്ചാൽ രാജാധിരാജനേ ശ്രീയേശുവേ രാജാധിരാജനേ സർവാധിനാഥനും സർവം രചിച്ചോനും സർവാധിനാഥനും സർവം രചിച്ചോനും ആദ്യനും അന്ത്യനും നീ, ആദ്യനും അന്ത്യനും നീ. ശ്രീയേശുവേ രാജാധിരാജനേ സ്വർഗം വെടിഞ്ഞി ഭൂവിൽ വന്നു, യാഗമായി തീർന്നു മരക്കുരിശിൽ. സ്വർഗം വെടിഞ്ഞി ഭൂവിൽ വന്നു, യാഗമായി തീർന്നു മരക്കുരിശിൽ. മൃത്യു വരിച്ചു സ്വർഗേ ഗമിച്ചു, മൃത്യു വരിച്ചു സ്വർഗേ ഗമിച്ചു. രക്ഷകനായി തീർന്നു നീ, എന്റെ രക്ഷകനായി തീർന്നു നീ. യേശു
രാജാതിരാജരേ. ഭക്തരെ ചേർക്കുവാൻ വീണ്ടും വരും ശക്തരാം ദൂതഗണങ്ങളുമാ. ഭക്തരെ ചേർക്കുവാൻ വീണ്ടും വരും ശക്തരാം ദൂതഗണങ്ങളുമാ. രാജാതിരാജ താമസമെന്തേ, രാജാതിരാജ താമസമെന്തേ, കണ്ണീർ തുടച്ചിടുവാനെന്നെ മാറോടണച്ചിടുവാൻ. ശ്രീയേശുവേ രാജാതിരാജരേ. ശ്രീയേശുവേ രാജാതിരാജരേ. സർവാധിനാഥനും സർവം രചിച്ചോനും, സർവാധിനാഥനും സർവം രചിച്ചോനും, ആദ്യനും അന്ത്യനും നീ, ആദ്യനും അന്ത്യനും നീ. ശ്രീയേശുവേ രാജാതിരാജരേ. അതിദ്രുതം മുൻപോട്ട് പോകുന്ന ലോകം, ഭീതിതമായ ജീവിത സാഹചര്യങ്ങൾ, നിസ്സഹായരായ മനുഷ്യർ, രോഗം, അപകടം, വേദന, മരണം, താങ്ങാനാവാത്ത ദുഃഖഭാരം, ടെൻഷനില്ലാത്ത ദിവസങ്ങൾ അപൂർവം. മനോരോഗ വിദഗ്ധരുടെ പടിവാതിൽക്കൽ തിക്കും തിരക്കും കൂടുന്നു. പ്രായവ്യത്യാസമില്ലാതെ എന്തിനും ഏതിനും ആത്മഹത്യയിൽ ജീവിതം അവസാനിപ്പിക്കുന്ന മനുഷ്യർ. കോവിഡ്-19 മഹാമാരി അനേക ലക്ഷങ്ങളെ കാണാമറയത്തേക്ക് അയച്ചു കഴിഞ്ഞു. മനുഷ്യൻ ഭീതിയിൽ ആണ്ടുകഴിഞ്ഞു. ഹബക്കൂക്ക് പ്രവാചകൻ നഷ്ടങ്ങളുടെ ദൃഷ്ടാന്തമാണ്. മുന്തിരിത്തോട്ടവും ഒലിവുമരങ്ങളും അത്തിവൃക്ഷവും നഷ്ടമായി. കന്നുകാലികളും ആട്ടിൻകൂട്ടവും നശിച്ചു. ദൈവം അവിടെ നൽകുന്ന രക്ഷയും ഈ ഭക്തനെ നയിച്ചു. ഈ ആശയം വരുന്ന മറ്റൊരു ഗാനവുമായി സൗരക്കുട്ടിയച്ഛൻ രോഗികൾക്ക് നല്ല വൈദ്യന് ആരംഭിക്കുന്ന മനോഹരമായ ഒരു ഗാനം. രോഗികൾക്കു നല്ല വൈദ്യനാകുമേശു താൻ. പല രോഗികൾ തന്നാമത്തിൽ ആശ്വാസം പ്രാപിച്ചു. പല രോഗികൾ തന്നാമത്തിൽ ആശ്വാസം പ്രാപിച്ചു. വ്യാധിപീഠയാൽ വലയും മർത്യഗണത്തിൽ സർവവ്യാധിയും ചുമന്നൊഴിച്ച നാഥനീവൻ താൻ. തന്റെ പാദപീഠമെന്റെ
വൈദ്യശാലയാം അതിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. അതിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. വ്യാധിയിൽ എൻ്റെ കിടക്ക താൻ വിരിക്കുന്നു, ബഹുമോദമായി എനിക്കു താൻ ശുശ്രൂഷ ചെയ്യുന്നു. എത്രമാത്രം വേദനകൾ സ്വന്തമേനിയിൽ യേശു ശാന്തമായി സഹിച്ചു, മനം നൊന്തതെനിക്കായി. യേശു ശാന്തമായി സഹിച്ചു, മനം നൊന്തതെനിക്കായി. ഔഷധം എനിക്കവന്റെ ദിവ്യവചനം, ഈ സിദ്ധൌഷധം തരുന്നു വിമലാത്മനിമ്പമാ. വിശ്വാസികൾ പുഴയിലെ ഇല പോലെയാണ്. ഏത് കരയിൽ എത്തണമെന്ന് പുഴയെയും മഴയെയും നിയന്ത്രിക്കുന്നവൻ തീരുമാനിക്കും. ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി എന്ന് വായിക്കും പോലെ ആകട്ടെ നമ്മുടെ ആത്മീക ജീവിതവും ഭൗമിക ജീവിതവും. സർവലോക പരിപാലകനാണ് അവിടുന്ന്. അവൻ മാത്രം എല്ലാം അറിയുന്നവനും ചെയ്യുന്നവനുമാണ്. സൃഷ്ടിക്കുന്നത് അവൻ മാത്രം, മരണമില്ലാത്തത് അവൻ മാത്രം, എന്നെന്നുമുള്ളത് അവൻ മാത്രം, അനുഗ്രഹങ്ങൾ അവനിൽ നിന്നു മാത്രം, ജീവിപ്പിക്കുന്നവൻ അവൻ മാത്രം, മാർഗദർശനം ദിശാബോധം നൽകുന്നത് അവൻ മാത്രം, ഏറ്റവും അടുത്ത സ്നേഹിതൻ അവൻ മാത്രം, എല്ലാം കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും അവൻ മാത്രം, പ്രതിഫല ദിവസത്തിൽ ഉടമസ്ഥൻ അവൻ മാത്രം. ഈ ആശയങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ആശയസമ്പുഷ്ടമായ ഹൃദയത്തിന് ആശ്വാസമേകുന്ന ഗാനത്തിന് ഈടുകളുമായി സഹോദരി കൃപ. എല്ലാം അറിയുന്ന ഉന്നതൻ നീയേ.
ചേർത്തിടുവാൻ വന്നിടും വേഗം ദൂതരുമായി വാനവിതാനത്തിൽ ചേർത്തിടുവാൻ എല്ലാം അറിയുന്ന ഉന്നതൻ നീയേ എന്നെയും നന്നായി അറിയുന്നു നീ എല്ലാം അറിയുന്ന ഉന്നതൻ നീയേ എന്നെയും നന്നായി അറിയുന്നു നീ എന്നാകുലങ്ങൾ എൻ വ്യാകുലങ്ങൾ എല്ലാം അറിയുന്ന സർവേശ്വരാ എന്നാകുലങ്ങൾ എൻ വ്യാകുലങ്ങൾ എല്ലാം അറിയുന്ന സർവേശ്വരാ എല്ലാം അറിയുന്ന സർവേശ്വരാ എല്ലാം അറിയുന്ന ഉന്നതൻ നീയേ എന്നെയും നന്നായി അറിയുന്നു നീ. യഥാർത്ഥ ആത്മീയത ഒരു മടക്കയാത്രയാണ്. തെറ്റിൽ നിന്ന് ശരിയിലേക്കുള്ള യാത്ര. മനുഷ്യൻ ദൈവസന്നിധി വിട്ട് ഓടിയവനാണ്. പ്രപഞ്ചത്തിൽ ധ്വനിച്ച ആദ്യത്തെ ചോദ്യം സർവശക്തന്റെ ചോദ്യമാണ്, മനുഷ്യ നീ എവിടെ? ആദ്യത്തെ അന്വേഷകൻ ദൈവമാണ്. ആ സത്യത്തിന്റെ പുതിയ നിയമ ആവിഷ്കാരമാണ് ധൂർത്തപുത്രന്റെ കഥ. സ്വർഗത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന കഥാസാരം. ഓഹരി വാങ്ങി പിതാവിനെ വിട്ട് പരദേശവാസം ചെയ്ത മകൻ ധൂർത്തപുത്രൻ. മകന്റെ വരവും കാത്ത് പടിവാതിൽക്കൽ കാത്തു നിൽക്കുന്ന പിതാവ്. ഏത് മനുഷ്യനും സൃഷ്ടിതാവിന്റെ പാദപീഠത്തിങ്കൽ വരുന്നതാണ് കരണീയം. ആ തൃച്ചേവടിയിൽ നമസ്കരിക്കുക, സാഷ്ടാംഗം വീഴുക. വിനോയ് ചെറിയ നമുക്ക് വേണ്ടി ആലപിക്കുന്നു, ദൈവമേ ഞാൻ അങ്ങേ സന്നിധേ വരുന്നു. ദൈവമേ ഞാനങ്ങേ സന്നിധോ വരുന്നിതായൻ സ്തോത്രയാഗം ഏകി വന്നിതാൻ. ദൈവമേ ഞാനങ്ങേ സന്നിധോ വരുന്നിതായൻ സ്തോത്രയാഗം ഏകി വന്നിതാൻ. എൻ പെരിയ പാപം തീർക്കാൻ തിരുസുതനീ ധരയിൽ വന്നു. എൻ പെരിയ പാപം തീർക്കാൻ തിരുസുതനീ ധരയിൽ വന്നു. മരക്കുരിശിൽ മരിച്ചുയർത്തൻ മരണഭീതി മാറ്റിത്തന്നു. മരക്കുരിശിൽ മരിച്ചുയർത്തൻ മരണഭീതി മാറ്റിത്തന്നു. ദൈവമേ ഞാനങ്ങേ സന്നിധോ വരുന്നിതായൻ സ്തോത്രയാഗം ഏകി വന്നിതാൻ.
ഉലകത്തോട്ടം ഉരുവാക്കിയിടും മുന്നേ എന്നെ തെരഞ്ഞെടുത്ത ഉലകത്തോട്ടം ഉരുവാക്കിയിടും മുന്നേ എന്നെ തെരഞ്ഞെടുത്ത വൻ കൃപയെ നിനച്ചടിയ വന്ദിക്കുന്നൻ ആത്മദേവ വൻ കൃപയെ നിനച്ചടിയ വന്ദിക്കുന്നൻ ആത്മദേവ ദൈവമേ ഞാനങ്ങേ സന്നിധൗ വരുന്നിതായൻ സ്തോത്രയാഗം ഏകി വന്നിപ്പാൻ. തിരുമഹത്വം ദർശിച്ചങ്ങേ പാദവീണൻ സ്തോത്രമേകി തിരുമഹത്വം ദർശിച്ചങ്ങേ പാദവീണൻ സ്തോത്രമേകി വാഴ്ത്തിപ്പാടി വണങ്ങിടും നീ കാഴ്ചയിൽ എന്നെ ഓർത്ത ദേവാ വാഴ്ത്തിപ്പാടി വണങ്ങിടും നീ കാഴ്ചയിൽ എന്നെ ഓർത്ത ദേവാ ദൈവമേ ഞാനങ്ങേ സന്നിധൗ വരുന്നിതായൻ സ്തോത്രയാഗം ഏകി വന്നിപ്പാൻ. ദൈവമേ ഞാൻ അങ്ങേ സന്നിധൗ വരുന്നിതായൻ സ്തോത്രയാഗം ഏകി വന്നിപ്പാൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു ഉപമ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. വളരെ സുപരിചിതമാണ്. ഒരു യജമാനൻ ദൂരദേശത്തേക്ക് ഒരു ദീർഘകാല യാത്രയ്ക്ക് പോകുന്ന സമയത്ത് തന്റെ സമ്പാദ്യമെല്ലാം തന്റെ 3 ദാസന്മാരെ ഏൽപ്പിച്ചു. ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ അല്ല, തന്റെ ദാസന്മാരെ. അതില് ഒന്നാമത്തവൻ അവന് 5 താലന്താണ് കിട്ടിയത്. അവൻ വ്യാപാരം ചെയ്തു, 5 കൂടെ നേടി. 2 താലന്ത് ലഭിച്ചവൻ 2 കൂടെ നേടി. 1 താലന്ത് ലഭിച്ചവൻ അത് മണ്ണിൽ കുഴിച്ചിട്ടു. ദീർഘകാലം കഴിഞ്ഞ് യജമാനൻ വന്നപ്പോൾ 5 താലന്ത് ലഭിച്ചവൻ പറഞ്ഞു, ഞാൻ വ്യാപാരം ചെയ്തു, 5 കൂടെ നേടി. യജമാൻ പറഞ്ഞു, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. രണ്ടാമൻ വന്നു, ഞാൻ 2 കൂടെ നേടി. യജമാൻ പറഞ്ഞു, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തൻ, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. 1 താലന്ത് ലഭിച്ചവൻ വന്നു. അവൻ പറഞ്ഞു, നീ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് നീ തന്ന താലന്ത് മണ്ണിൽ കുഴിച്ചിട്ടു. ഇതാ നിന്റെ താലന്ത്. ആ സമയത്ത് യജമാനൻ
അവന്റെ ആ ഒരു താലന്ത് വാങ്ങിയിട്ട് ആദ്യത്തെ ആൾക്ക് കൊടുത്തു എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിങ്കൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലത്തിന്റെ കാര്യമല്ല. ഇവിടെ നമുക്ക് കർത്താവ് തരുന്ന പ്രമോഷന്റെ കാര്യവും ഡിമോഷന്റെ കാര്യവുമാണ്. കാരണം 5 താലന്ത് ലഭിച്ചവനോട് യജമാനൻ പറഞ്ഞത്, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, അപ്പൊ ഇനിയും വ്യാപാരം ചെയ്യുവാൻ ഇതിലേറെ ഞാൻ നിനക്ക് തരും. അദ്ദേഹം അവൻ സമ്പാദിച്ച 5 കൂടെ കൊടുത്തു എന്നാണ് താഴെ നാം മനസ്സിലാക്കുന്നത്. കാരണം ഈ ഒന്നുകാരൻ്റെത് വാങ്ങിച്ചിട്ട് 10 ഉള്ളവന് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ യജമാനൻ ഇരട്ടി താലന്ത് അവനെ ഏൽപ്പിച്ചു. 2 നേടിയവന് 2 കൂടെ, അപ്പൊ 4. അപ്പൊ അതാണ് അധികത്തിന് വിചാരകനാക്കി ഇവിടുത്തെ കാര്യം. ഇനിയും വ്യാപാരം ചെയ്യാനായിട്ട് പ്രൊമോഷൻ നൽകുകയാണ്. എന്നാൽ 1 താലന്ത് ലഭിച്ചവന് ഒന്നും നഷ്ടപ്പെടുത്തിയില്ല, അങ്ങനെ തന്നെ കൊണ്ടുവന്നു. പക്ഷെ യജമാനൻ പറയുന്നത് അതെടുത്ത് 10 ഉള്ളവന് കൊടുക്കുക എന്ന് മാത്രമല്ല, ഇവനെ ബന്ധിച്ച് ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക്, കരച്ചിലും പള്ളികടിയുള്ള സ്ഥലത്തേക്ക് തള്ളിക്കളയുകയാണ്. ഇത് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു ഉപമയാണ്. കാരണം ഈ താലന്ത് എന്ന് പറയുന്നത് വെള്ളി നാണയങ്ങളാണ്. ഒരു താലന്ത് എന്ന് പറയുന്നത് 30 കിലോയാണ്. ഈ വെള്ളിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അത് വീണ്ടെടുപ്പ് വില, അത് വെള്ളി നാണയമാണ്. വീണ്ടെടുപ്പ് വിലയ്ക്കായിട്ട് ഒരു യഹൂദൻ കൊടുക്കേണ്ടത് 1/2 ശേക്കൽ വെള്ളിയാണ്. 1/2 ശേക്കൽ വെള്ളി എന്ന് പറയുന്നത് 2 വെള്ളിക്കാശാണ്. അതായത് 2 ദിവസത്തെ കൂലി. അപ്പോൾ 1/2 ശേക്കൽ എന്ന് പറയുന്നത് 5 ഗ്രാമാണ്. അപ്പോൾ ഒരു കിലോ വെള്ളി നാണയം എന്ന് പറയുന്നത് അത് 200 പേരുടെ വീണ്ടെടുപ്പിനുള്ളതുണ്ട്. വീണ്ടെടുപ്പ് വില വെച്ച് കണക്ക് നോക്കിയാൽ അങ്ങനെയാണെങ്കിൽ 5 താലന്ത് വെള്ളി എന്ന് പറയുന്നത്, ഒരു താലന്ത് 30 കിലോയാണ്. അപ്പോ 1 കിലോ എന്ന് പറയുന്നത് 5 ഗ്രാമാണ്. ഒരു 1/2 ശേക്കൽ ഒരാളുടെ വീണ്ടെടുപ്പിന്. അപ്പൊ 1 കിലോ കൊണ്ട് 5 ഗുണം 200,000, 200 പേരുടെ വീണ്ടെടുപ്പ് സാധിക്കും. 30 കിലോ എന്ന് പറയുമ്പോൾ ഗുണം 30, അപ്പൊ 1 താലന്ത്. അപ്പൊ 200 ഗുണം 30 6,000, ഗുണം 5 30,000 എന്ന് പറഞ്ഞാൽ 30,000 ആളുകളെ രക്ഷയെങ്കിലേക്ക് നടത്താൻ, അതായത് യഹൂദന്മാരുടെ വീണ്ടെടുപ്പുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ 30,000 പേരുടെ വീണ്ടെടുപ്പ് വിലയ്ക്കുള്ള വസ്തുവാണ് വിനയിപ്പിച്ചിരിക്കുന്നത്. ഈ 2 താലന്ത് എന്ന് പറഞ്ഞ 2 ചുമടാണ്, 60 കിലോയാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് 12,000 ആളുകളുടെ വീണ്ടെടുപ്പ് വിലയ്ക്കുള്ളതുണ്ട്. 1 താലന്ത് ഒട്ടും കുറവല്ല, 30 കിലോ വെള്ളി നാണയങ്ങളാണ്. അപ്പൊ തീർച്ചയായിട്ടും നാം ചിന്തിച്ചതുപോലെ അത് വളരെ ആളുകളുടെ, ആയിരക്കണക്കായ ആളുകളുടെ വീണ്ടെടുപ്പ് വിലയ്ക്കുള്ള വകയാണ്. അപ്പൊ നമ്മുടെ കർത്താവ് നമുക്ക്
തന്നിട്ടുള്ളത് അനേകരെ രക്ഷയെങ്കിലേക്ക് നടത്താനുള്ള സാധ്യതയാണ്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ, പിന്നെ അത് യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ആരുടെ പാപങ്ങൾ നിർത്തുന്നു അവർക്ക് നിർത്തപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നു അവർക്ക് മോചിക്കപ്പെട്ടിരിക്കും. അപ്പൊ പാപമോചനം ലഭിക്കാനുള്ള എല്ലാ സാധ്യതയും നമ്മുടെ കയ്യിലാണ്. അത് ദൂതന്മാരെ ഏൽപ്പിച്ചിട്ടില്ല. ഈ യജമാനൻ തന്റെ സമ്പാദ്യം തന്റെ ബന്ധുക്കൾക്ക് ആർക്കും കൊടുത്തില്ല, സുഹൃത്തുക്കൾക്ക് കൊടുത്തില്ല, കൊടുത്തത് ഈ 3 ദാസന്മാർക്കാണ്. നമ്മുടെ കർത്താവ് തന്റെ സുവിശേഷം അറിയിക്കാൻ, സുവിശേഷത്താലാണല്ലോ പാപമോചനം. ദൈവം മനുഷ്യനായി തീർന്ന് നമ്മുടെ നരകമേറ്റു മരിച്ചു. അതുകൊണ്ടാണ് പൗലോസ് പ്രസംഗിച്ച് ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അപ്പൊ നമ്മുടെ ശിക്ഷ ദൈവം മനുഷ്യനായി വന്ന് അനുഭവിച്ചു, ആ യേശു ഉയർത്തു ജീവിക്കുന്നു. നമ്മുടെ രക്ഷ അവന്റെ കയ്യിലുണ്ട്. അവന്റെ കാൽക്കൽ വന്ന് വീണ് അവനോട് കെഞ്ചി അയച്ചാൽ ആ രക്ഷ അവൻ നമുക്ക് തരും. അവനെ വിശ്വസിക്കണം, സ്നേഹിക്കണം, അനുസരിക്കണം, ആരാധിക്കണം. ഇതാണ് ലോകം മുഴുവൻ അറിയിക്കേണ്ട സുവിശേഷം. പക്ഷെ അത് അറിയിക്കാൻ നമ്മളെ മനുഷ്യരെ, വിശ്വാസികളെ, ദൈവമക്കളെ, ശിഷ്യന്മാരെ മാത്രം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ യജമാനൻ തന്റെ സമ്പാദ്യം ആണ് ഏൽപ്പിച്ചത്. സമ്പാദ്യം എന്ന് പറയുമ്പോൾ താന് ബിസിനസ് ചെയ്തുണ്ടാക്കുകയാണ്. ഇവരോടൊന്നും പറഞ്ഞില്ല, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ചിട്ടുള്ള താലന്ത് അല്ലെങ്കിൽ കൃപാവരം, അതാണ് നമ്മുടെ വിളി. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എല്ലാവരോടുമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സകല സൃഷ്ടിയോടും സകല രാജ്യത്തും സകല ജാതികളിലും ഭാഷകളിലും അംശങ്ങളിലുള്ള ആളുകളോട് നിങ്ങൾ എന്ത് ചെയ്യണം? സുവിശേഷം പറയണം, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചെല്ലാം പ്രമാണിപ്പം ഉപദേശിച്ചുകൊണ്ട് അവരെ ശിഷ്യരാക്കണം ലോകാവസാനം വരെ. പിന്നെ പ്രത്യേകിച്ച് ഒരാളോട് നീ സുവിശേഷം പറയണം, നീ ട്രാക്ട് കൊടുക്കണം, നീ വീട് സന്ദർശനം നടത്തണം, നീ പിന്നെ ദൈവവചനം പഠിപ്പിക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ല. അവന് ലഭിച്ച ആ താലന്ത് അല്ലെങ്കിൽ കൃപാവരം അത് വിളിയാണ്. അതിൽ വ്യത്യസ്തതയുണ്ട്. ചിലർക്ക് പ്രസംഗിക്കാനുള്ള കഴിവാണ്, ചിലർക്ക് പാടാനുള്ള കഴിവാണ്, ചിലർക്ക് സാമ്പത്തിക സഹായം ചെയ്യാനുള്ള കഴിവാണ്, ചിലർക്ക് പ്രോത്സാഹിപ്പിച്ച് അയക്കാനുള്ള കഴിവാണ്, ചിലർക്ക് ഇവരെ പിന്നെ ആശ്വസിപ്പിക്കാൻ, ധൈര്യപ്പെടുത്താൻ, ഉപദേശിക്കുവാൻ പിന്നെ അങ്ങനെയുള്ള കഴിവാണ്. അതെ, അത് മതി. കർത്താവ് നമുക്ക് തന്നിട്ടുള്ള താലന്ത്, കൃപാവരങ്ങൾ അത് ജ്വലിപ്പിച്ചാൽ മതി. അത് നിമിത്തം ആത്മാക്കളെ നേടിയാൽ മതി. 5 താലന്ത് ലഭിച്ചവൻ ഒന്നും യജമാനൻ പറഞ്ഞില്ലെങ്കിലും അവന് മനസ്സിലായി ഇദ്ദേഹം വളരെ ഹാർഡ് വർക്ക് ചെയ്താണ് ഈ സ്വത്തൊക്കെ ഉണ്ടാക്കിയത്. അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മളെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം അബ്രഹാം തന്റെ ദാസന്മാരെ എന്താ ട്രെയിൻ ചെയ്യിച്ചത്? ലോത്തിനെ രക്ഷിക്കാൻ പോയ ആ കാര്യത്തിൽ എഴുതിയിട്ടുള്ള അബ്രഹാം 312 അഭ്യാസികളുമായി പോയെന്നാണ് മലയാളം ബൈബിളിൽ. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല, 318 ട്രെയിൻഡ് വൺസ് എന്നാണ്. പരിശീലനം ശ്രദ്ധിച്ച 312. എന്ത് പരിശീലനം അബ്രഹാം കൊടുത്തത്? ദൈവഭക്തി. അബ്രഹാമിന്റെ ദാസന്മാരിൽ ശ്രേഷ്ഠനായ എലയാസർ അതീവ ദൈവഭക്തനായിരുന്നു, പ്രാർത്ഥന മനുഷ്യനായിരുന്നു. അബ്രഹാം തന്റെ ദാസന്മാരെല്ലാം പഠിപ്പിച്ചത് ഭക്തിയാണ്. അപ്പോ അതുകൊണ്ടാണ് ആ യുദ്ധത്തിൽ ജയിക്കാൻ ഇടയായി തീർന്നത്. അപ്പൊ ഇവിടെ ഈ യജമാനൻ ഇവരെ അഭ്യസിപ്പിച്ചിട്ടുണ്ടെന്ന് ബിസിനസ്. അത് ഇദ്ദേഹം ചിന്തിച്ചു, ശരിയാണ്, യജമാനൻ നമ്മളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്, യജമാന്റെ ക്ലയൻസ് ഒക്കെ ഇവിടെയുണ്ട്, ആ യജമാന്റെ ഒരു ഗുഡ് വില്ലുണ്ട്, അതങ്ങ് പ്രയോജനപ്പെടുത്തിയാൽ മതി. കഴുതക്കുട്ടിയുടെ കാര്യത്തിൽ യേശു പറഞ്ഞ ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറയാം, എന്റെ പേര് പറഞ്ഞാൽ മതി. ആ യജമാന്റെ ഗുഡ് വില്ലുണ്ട്. തന്നെയല്ല, യജമാന്റെ വീട്ടിൽ താമസിച്ച യജമാന്റെ ഭക്ഷണമല്ലേ ഇവര് കഴിക്കുന്ന, യജമാന്റെ ദാസന്മാരല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ഇത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് യജമാനന്റെ ഹിതം എന്നുള്ളത് അറിയാനായിട്ട് വലിയ PhD ഒന്നും എടുക്കണ്ട. എന്തായാലും
5 താലന്ത് കിട്ടിയവൻ വ്യാപാരം ചെയ്തു. യജമാനന്റെ സുഹൃത്തുക്കൾ, ക്ലയൻസ് സഹകരിച്ചു, 5 കൂടെ നേടി. 2 താലന്ത് ലഭിച്ചവൻ അവൻ വ്യാപാരം ചെയ്തു, 2 കൂടെ നേടി. ഈ വ്യാപാരം ചെയ്യുന്നതെല്ലാം മറ്റേ പുള്ളി കണ്ടു. പക്ഷെ അവനൊരു അനക്കയില്ല. അവന് ഇത് കുഴിച്ചിട്ടിട്ട് അവിടെ കാവലിരിക്കുക, ഇതാരും അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ. പണ്ട് കാലത്ത് അങ്ങനെയാണ്. സ്വർണ്ണമൊക്കെ വെള്ളിയൊക്കെ മണ്ണിൽ കുഴിച്ചിടുകയാണ്. എന്നാലും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. യജമാനൻ വന്നു. പണ്ട് ഒരു നാഴിക മാത്രം ജോലി ചെയ്തവരെ ആദ്യം വിളിച്ച ഒരു കാര്യമുണ്ടല്ലോ. അതുപോലെ 1 താലന്തുകാരനെ ആദ്യം വിളിച്ചില്ല. യജമാനെ അറിയാം, ഇവന്റെ പ്രാപ്തി അറിയാമല്ലോ. 5കാരൻ ഓടി വന്നു, ഞാൻ 5 കൂടെ നേടി. യജമാനൻ പറഞ്ഞു, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. വിശ്വസ്തനായ ദാസനെ എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം, എന്റെ സ്വത്ത് നീ നന്നായിട്ട് വ്യാപാരം ചെയ്തു, വിശ്വസ്തമായിട്ട് ഒട്ടും സമയം കളയാതെ വളരെ ഭംഗിയായി വ്യാപാരം ചെയ്തു, 5 കൂടെ നേടിയല്ലോ. അതാണ് വിശ്വസ്തത. നല്ലവൻ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? അനേകർക്ക് ഇവന് നന്മ ഉണ്ടാക്കാൻ ഇവന് സാധിച്ചു. യജമാന് മാത്രമല്ല, ഈ ബിസിനസ്സിൽ ഏർപ്പെട്ടത് കൊണ്ട് അനേക കുടുംബങ്ങൾ ജീവിക്കാനിടയായി. ദൈവം നല്ലവൻ എന്ന് പറയാൻ കാരണം എന്താ? ദൈവം നിമിത്തം അനേകർക്ക് നന്മയുണ്ട്. അതാണ്. 2കാരനെ അത് തന്നെ വിളിച്ചു, നല്ലവനും വിശ്വസനുമായ ദാസനെ. പക്ഷെ 1കാരനെ വിളിച്ച ദുഷ്ടനും മടിയനുമായ ദാസനെ എന്ന് പറഞ്ഞാൽ അവൻ ദുഷ്ടൻ എന്ന് പറയാൻ കാരണം അവനെ കൊണ്ട് ഒരാൾക്ക് ഒരു ഉപകാരവും ഉണ്ടായില്ല, ഒരു കുടുംബത്തിന് ഒരു ഗുണവും ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് അവൻ വ്യാപാരം ചെയ്യാതിരുന്നത്? യജമാനെ കുറിച്ച് അവൻ അന്വേഷിച്ചു. യജമാനൻ പോയ ഉടൻ തന്നെ യജമാനെ കുറിച്ച് അവൻ അന്വേഷിച്ചു. ആളുകൾ പറയുകയും ചെയ്തു. പിശാച് വന്ന് ഏതും തോട്ടത്തിൽ ആദാമിനോടും ഹവ്വയോടും പറഞ്ഞല്ലോ, ഈ ദൈവം ശരിപ്പുള്ളിയൊന്നും അല്ലെന്ന്. അതുപോലെ തന്നെ പറഞ്ഞു, ഈ വെറും ദാസനായി എനിക്ക് ഒരു ചുമട് 30 കിലോ വെള്ളി നാണയങ്ങൾ തന്ന ആളാണ്. പിന്നെ പ്രത്യേകിച്ച് ആരോട് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവനെ അന്വേഷിച്ചപ്പോൾ ആരോ പറഞ്ഞു, ഇദ്ദേഹം വിതയ്ക്കാത്തത് കൊയ്യും. വിതയ്ക്കാത്തത് കൊയ്യും എന്ന് പറഞ്ഞാൽ ഇസ്രായേല് 6 വർഷമേ വിതയ്ക്കാൻ പാടുള്ളൂ. 7ാം വർഷം അവിടെ പടുവിള ഉണ്ടാകും. അത് അനാഥനും പരദേശിക്കുമൊക്കെ. പക്ഷെ ഇയാള് അതിൽ നിന്നൊക്കെ കാണാതെ കൊയ്യും. പിന്നെ വിതറാത്തത് ചേർക്കും എന്ന് പറഞ്ഞാൽ ഇത് മെതിച്ചിട്ട് അത് പേറ്റിയിട്ട് പിന്നെ അതിന്റെ പതിര് കളഞ്ഞിട്ട് വേണം കൊണ്ടുപോകാൻ. ഇത് പതിരും കൂടെ കൊണ്ടുവന്ന പാർട്ടിയാണ്. ഇതാണ്. അപ്പൊ ഇവൻ പേടിച്ചു. അപ്പൊ ഞാൻ ബിസിനസ് ചെയ്ത് വല്ല നഷ്ടം വന്നാലോ? അതുകൊണ്ട് നഷ്ടം വരുത്താതിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകരെ അങ്ങനെയാ. ഞാൻ വീട് വലിക്കുന്നില്ല, കള്ളു കുടിക്കുന്നില്ല, വ്യഭിചാരം ചെയ്യുന്നില്ല, യജമാനൻ നഷ്ടം വരുത്തുന്നില്ല, അതുകൊണ്ട് പിന്നെ ഇതാ. അങ്ങനെയല്ല. യജമാനന്റെ ചെലവിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ, യജമാനൻ നമുക്ക് താലന്തുകളും കൃപാവരങ്ങളും തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വ്യാപാരം ചെയ്ത് വർദ്ധിപ്പിക്കാൻ, അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവും ഉള്ളവരായി തീരാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള വിശ്വാസം, ധൈര്യം നമുക്ക് ആവശ്യമാണ്. ഇവിടെ മറ്റവർക്ക് പ്രമോഷൻ നൽകി. 5കാരന് 5 കൂടെ കൊടുത്തു. 5 കൂടെ അല്ല, 1 കൂടെ കൊടുത്തു. 11. 2കാരന് 2 കൂടെ കൊടുത്തു. വ്യാപാരം ചെയ്തോളാൻ പറഞ്ഞു. മറ്റവന്റെ കയ്യിൽ നിന്ന് 1 വാങ്ങിച്ച് അവൻ കാണെ ഈ 10കാരന് കൊടുത്തത് മാത്രമല്ല, അവന്റെ കയ്യും കാലും ബന്ധിച്ച് ഏറ്റവും പുറത്തിൽ വീട്ടിലേക്ക് തള്ളിക്കളഞ്ഞു. അവിടെ കരച്ചിലും പല്ലുകടിയും. ഞാൻ നിങ്ങളോട് പറയട്ടെ, അനേക വിശ്വാസികൾ ഇന്ന് ഡിമോട്ടഡ് ആയിട്ട് കരച്ചിലും പല്ലുകടി അനുഭവിക്കാൻ കാരണം വേറൊന്നല്ല. കർത്താവ് അവർക്ക് കൊടുത്ത താലന്തുകൾ, കൃപാവരങ്ങൾ തിരിച്ചറിഞ്ഞ്, സാധ്യതകൾ തിരിച്ചറിഞ്ഞ് അവരെ ഒന്നുപോലെ സൂക്ഷിക്കുന്ന, ഭക്ഷണം തരുന്ന, അവരെ സ്നേഹിക്കുന്ന, അവരെ മാനിക്കുന്ന യജമാനു വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയുടെ കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷത്തിലേക്ക് അടിക്കടി ഉയരാൻ സാധ്യതയുണ്ട്. കർത്താവ് തന്ന താലന്തുകൾ, കൃപാവരങ്ങൾ കർത്താവിന് വേണ്ടി വ്യാപാരം ചെയ്യാൻ തയ്യാറാകുക. വളരെ ലളിതമായ ശുശ്രൂഷകൾ മതി. ട്രാക്ട് വിതരണം, അതെ, ബൈബിൾ ക്ലാസ് എടുക്കുക, വീട് സന്ദർശനം നടത്തുക, വ്യക്തിപരമായിട്ട് ഏർപ്പെടുക. ഇങ്ങനെ നമുക്ക് സാധിക്കും. ഈ കൊറോണ കാലത്ത് നമുക്ക് സോഷ്യൽ മീഡിയ വഴി
നമുക്ക് സാധിക്കും, കർത്താവിനെ മഹത്വപ്പെടുത്താൻ സാധിക്കും. അതിനൊരു ധൈര്യം ഉണ്ടായി, അതിനൊരു വിശ്വാസം ഉണ്ടായി, ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ച്, ഇനിഷ്യേറ്റീവ് എടുത്ത് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ എന്റെ എല്ലാ ശ്രോതാക്കളെയും ആഹ്വാനം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത്രയും നേരം അനുഗ്രഹീതമായ ഗാനങ്ങൾ കേൾപ്പാൻ നമുക്കിടയായി. ഒടുവിലായി കർത്താവദാസനിലൂടെ കേട്ട സന്ദേശം മറന്നുപോകാതെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. ദൈവം നമ്മെ ഏൽപ്പിച്ച താലന്തുകൾ, കൃപാവരങ്ങൾ മനസ്സിലാക്കി ഉപയോഗിക്കാം. ജീവിതത്തിന്റെ ഒടുവോളം നമുക്കതിനായി ആഗ്രഹിക്കുകയും വ്യക്തിക്കുകയും ചെയ്യാം. ക്രിസ്തുവിന്റെ നാളിൽ നമുക്ക് നമ്മുടെ നാഥനിൽ നിന്ന് ആ വിളംബരം കേൾപ്പാൻ ഇടയാകട്ടെ. വിശ്വസ്തനും നീതിമാനുമായ ദാസനെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ സമയത്തിനായിട്ട് തിരുമേനിക്ക് സ്തോത്രം. ഡിവൈൻ കോഴ്സ് അവതരിപ്പിക്കുന്ന തന്ത്രിനാഥം എന്ന ആത്മീക ശുശ്രൂഷ ഈ വിധത്തിൽ മനോഹരമായി പര്യവസാനിപ്പിക്കുവാൻ സ്വർഗീയ പിതാവ് ഞങ്ങൾക്ക് തന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഇതിൽ പങ്കുള്ളവരായി തീർന്ന ഞങ്ങളുടെ ബഹുമാന്യ സഹോദരങ്ങളെ, സന്ദേശം അറിയിച്ച ബഹുമാൻ ദൈവദാസനെ, ഞങ്ങളുടെ പ്രേക്ഷകരെ ഓരോരുത്തരെയും അവിടുത്തെ കരത്തിലേക്ക് പൂർണ്ണമായിട്ട് താഴ്ത്തുന്നു. ഈ കേട്ട സന്ദേശം, ഈ ആത്മീയ ശുശ്രൂഷ അനുഭവിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും അത് അനുഗ്രഹമായി തീരാൻ അവിടുന്ന് ഇടവരുത്തണമേ. എല്ലാ നന്മകൾക്കായി സ്തോത്രം. അങ്ങേക്ക് എല്ലാ മഹത്വ ബഹുമാനം അർപ്പിക്കുന്നു. യേശു കർത്താവ് നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദയവായി സ്വീകരിക്കണമേ സ്വർഗസ്ഥ പിതാവേ. ആമേൻ.